ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ജില്ലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വിവിധയിടങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ജില്ലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വിവിധ ഇടങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തി. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഷൊർണൂർ കൈലിയാട് KVUP സ്കൂളിലെ 131 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. പാലക്കാട് ഗംഭീര ഭൂരിപക്ഷത്തിൽ തിരിച്ചുപിടിക്കുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മന്ത്രി പറഞ്ഞു. LDFന് ഗംഭീരമായ വിജയം കേരളത്തിലുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന മുദ്രാവാക്യം ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഒരു ബദൽ മതനിരപേക്ഷ സർക്കാരിൻ്റെ കാതൽ എന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിനുണ്ടാവുന്ന കരുത്ത് മാത്രമേ ഉറച്ച ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ ഉറപ്പാക്കുകയുള്ളൂ. പാലക്കാട് ഗംഭീരമായ ഭൂരിപക്ഷത്തിന് LDF തിരിച്ചുപിടിക്കും. ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര ചെമ്പെ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിൽ രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്തി. പാലക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ഷൊർണൂരിൽ വോട്ട് രേഖപ്പെടുത്തി. മതേതര മനസ്സാണ് പാലക്കാടിൻ്റെതെന്നും വിജയം ആവർത്തിക്കുമെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം VK ശ്രീകണ്ഠൻ പ്രതികരിച്ചു. രാവിലെ തന്നെ പോളിംഗ് നല്ല ശക്തമായ പോളിംഗ് ആണ്. പക്ഷെ എൻ്റെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ ബട്ടൺ പ്രസ് ചെയ്ത് ഏറെ സമയം കഴിഞ്ഞിട്ടാണ് സൗണ്ട് വരുന്നത്. അപ്പം അത് പോളിംഗ് ഓഫീസറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളെല്ലാവരും വോട്ട് ചെയ്യുകയാണ്. കേരളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ വോട്ടിംഗ് നോക്കിക്കാണുന്നത്. ഇന്ത്യയിലൊരു ജനാധിപത്യ മതേതര സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷവും. അതുകൊണ്ട് പാലക്കാടും അതിനോടൊപ്പം നിൽക്കും. മതേതര മനസ്സാണ് പാലക്കാടിൻ്റെ. തീർച്ചയായിട്ടും നല്ല വിജയപ്രതീക്ഷയാണുള്ളത്. UDF കേരളം മുഴുവൻ ജയിക്കും. UDFന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. പിന്നെ ഭൂരിപക്ഷം തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാളും വളരെയധികം ഭൂരിപക്ഷം വർദ്ധിക്കും. ഒറ്റപ്പാലം MLA പ്രേംകുമാർ തൻ്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. പട്ടാമ്പി MLA മുഹമ്മദ് മൊഹ്സിൻ വോട്ട് രേഖപ്പെടുത്തി. തീർച്ചയായിട്ടും ഒരു ഇടത് തരംഗം തന്നെ കേരളത്തിലുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഫാസിസ്റ്റ് വാഴ്ചയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും ആത്മാർത്ഥവും ആയിട്ടുള്ള ബദല്, വിശ്വസിക്കാവുന്ന ബദല് ഇടതുപക്ഷമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും എന്നതിൽ സംശയമില്ല. പാലക്കാടും സഖാവ് A. വിജയരാഘവൻ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടിയും വോട്ട് രേഖപ്പെടുത്തി. പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ തൃശൂരിൽ മന്ത്രിയും ഭാര്യയുമായ ബിന്ദുവിനോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി. മോദി തിരിച്ചു വന്നാലും LDF വിജയിക്കരുത് എന്ന UDFന്റെ ചാഞ്ചാട്ടം LDFന് അനുകൂലമായി ഭവിക്കുമെന്ന് അദ്ദേഹം വോട്ട് ചെയ്ത ശേഷം പ്രതികരിച്ചു. പാലക്കാടിനെ സംബന്ധിച്ചാണ് വെച്ചാൽ നല്ല പ്രതീക്ഷയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. പൊതുവെ അതൊരു ഇടതുപക്ഷ ചായ്വുള്ള നിയോജകമണ്ഡലമാണ്. കഴിഞ്ഞ വർഷം നമുക്കൊരു ചെറിയ വോട്ടിന് നമ്മൾ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷെ പൊതുവെ ഇടതുപക്ഷാനുകൂല മനോഭാവമുള്ള ജനങ്ങളാണ് പാലക്കാട്ടുള്ളത്. അതുകൊണ്ട് ഇത്തവണ നല്ല പ്രതീക്ഷയാണ് LDFനുള്ളത്. പിന്നെ ഈ ഇന്നത്തെ രാഷ്ട്രീയ ഘടനയിൽ ഇപ്പൊ കഴിഞ്ഞ തവണ തിരഞ്ഞെടുക്കപ്പെട്ട UDF ആയിരുന്നു. അപ്പൊ UDFന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ ചാഞ്ചാട്ടമുണ്ട്. അത് ജനങ്ങൾ വളരെ ഗൌരവപൂർവ്വം കാണുന്ന ഒരു കാര്യമാണ്. ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗൌരവത്തെ തിരിച്ചറിയാത്ത പ്രചരണമാണ് UDF കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. BJPയെ തോൽപ്പിക്കുക, നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന മൌലികമായ ഒരു ദേശീയ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ തീരെ ഉൾക്കൊള്ളാതെ വിമർശനം മുഴുവൻ കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും CPMനും ഒക്കെ ആയിട്ട് തിരിച്ചുവിട്ട് തികച്ചും അവസരവാദപരമായ നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. വടകര UDF സ്ഥാനാർത്ഥിയും പാലക്കാട് MLAയുമായ ഷാഫി പറമ്പിലും വോട്ട് രേഖപ്പെടുത്തി. പാലക്കാട് ചെന്നപ്പോഴും ചൂടിനെ പറ്റി തന്നെ രാവിലെ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമുക്ക് ചൂട് സഹിക്കാം. ഇപ്പൊ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് ഇവിടുത്തെ ഈ വിഭാഗീയ ചിന്തകൾ ഉണ്ടാക്കുന്ന ആളുകളെ, അതിന് നേതൃത്വം നൽകുന്ന ഭരണകൂടങ്ങളെ
പിന്നെ നാട്ടിലെ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഭരണകൂടങ്ങളെയൊക്കെയാണ് ഇപ്പം സഹിക്കാൻ പറ്റാത്തത്. അപ്പം ചൂട് സഹിച്ചിട്ടാണെങ്കിലും ജനങ്ങൾ ആ ഒരു ബാധ്യത ഒഴിവാക്കാനുള്ള ഒരു തയ്യാറെടുപ്പില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും വലിയ പോളിംഗും ക്യൂ ഒക്കെ കാണുന്നത്. മുഖ്യമന്ത്രി രാവിലെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പറഞ്ഞത് കേരളത്തിലെ ഇടത് തരംഗം ആണ് അനുകൂല തരംഗമാണെന്നാണ് അത് പറയുന്നത്. മൂപ്പർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, മറിച്ച് പറയാൻ പറ്റും. അല്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാവില്ല എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അതന്നെ ഒരു മുൻകൂർ ജാമ്യമാണ്. അതൊരു പിന്നെ മുൻകൂർ ജാമ്യം ആളുകളുടെ മുമ്പിൽ മൂവ് ചെയ്താണ്. ഇത് വിലയിരുത്തലാവും. രണ്ട് ഭരണകൂടങ്ങളെയും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തും. ആ വിലയിരുത്തലിൽ ഉണ്ടാവാൻ പോകുന്നത് 20 സീറ്റും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തിലേക്ക്, ഞങ്ങൾക്ക് അനുകൂലം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കും അനുകൂലമായിട്ട് ഒരു വിധിയെഴുത്തിലേക്ക് അത് മാറും. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് അതൊരു ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. അത് ഒരു പരിപാടിയിലോ ഒരു ദിവസമോ ഒരു കോൺസെൻട്രേറ്റഡ് ഇവന്റിലോ അല്ലെങ്കിൽ പരിപാടിയിലോ അല്ല. പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പാലക്കാട് വോട്ട് രേഖപ്പെടുത്തി. വടകരയും പാലക്കാടും തമ്മിൽ CPM-ലെയും കോൺഗ്രസിലെയും ഒരു വിഭാഗങ്ങൾ തമ്മിൽ ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ പാലക്കാടും തൃത്താലയും തമ്മിലുണ്ടാക്കിയ അതേ ധാരണ ഈ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ UDF-ന് അനുകൂലമായിട്ടും പാലക്കാട് LDF-ന് അനുകൂലമായിട്ടും ഒരു മുൻ മന്ത്രിയുടെയും ഒരു ഇപ്പോൾ നിലവിലുള്ള മന്ത്രിയുടെയും നേതൃത്വത്തിൽ ഒരു രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ ശുഭപ്രതീക്ഷയിലാണ് പാലക്കാടിലെ ജനങ്ങൾ. മോദിയുടെ വികസനം പാലക്കാട് എത്താൻ ഇത്തവണ NDA-ക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്നതാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. ഇത്തവണ ഞങ്ങൾക്ക് നല്ല വിജയം, പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം പാലക്കാട് നേടാൻ കഴിയും. ആലത്തൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ K. രാധാകൃഷ്ണൻ തോന്നൂർക്കര AUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ആലത്തൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും തൻ്റെ സമ്മതിദാനാവകാശം വിനിയോഗപ്പെടുത്തി.